ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ വീരേതിഹാസം രചിച്ച് ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ കുറിക്കപ്പെട്ട നാമധേയം. മൈസൂർ കടുവയെന്ന് പേരുകേട്ട ടിപ്പു സുൽത്താനോടും കച്ചവടക്കാരായി ഇവിടെ വന്ന് ഈ നാടിൻ്റെ ഭരണാധികാരം കവർന്നെടുത്ത് ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തോടും പോരാടി വീരസ്വർഗം പ്രാപിച്ച വയനാടിൻ്റെ വീരപുത്രൻ, കേരള സിംഹം, വീര കേരളവർമ്മ പഴശ്ശിരാജ. ഹൈദറിനോ ടിപ്പുവിനോ വെള്ളക്കാരുടെ കമ്പനി പടയ്ക്കോ അടിയറ വയ്ക്കാനുള്ളതല്ല കോട്ടയം ദേശവും ഈ മണ്ണും. ശ്രീ പോർക്കലി ഭഗവതി വാഴുന്ന ഈ മണ്ണിൽ കൊടി നാട്ടാൻ പഴശ്ശി ഉയിരോടെ ഇരിക്കുമ്പോൾ അനുവദിക്കില്ല ആരെയും. കമ്പനിയും ടിപ്പുവും ചേർന്നുണ്ടാക്കിയ ശ്രീരംഗപട്ടണം ഉടമ്പടി കണ്ട് ഭയന്ന് മലബാറിനെ കമ്പനിക്ക് തീരെഴുതി കൊടുക്കുവാൻ കുറുമ്പ്രനാട് വീരവർമ്മയല്ല ഈ നാം. സ്വന്തം മണ്ണിൽ ജീവിക്കാൻ പരദേശികൾക്ക് നികുതി കൊടുക്കാൻ വിട്ടുകൊടുക്കില്ല വയനാടിന്റെ മക്കളെ ഈ പഴശ്ശി. കൈതേരിയമ്പും കലയ്ക്കൽ ചന്തുവും ഈ കാടിന്റെ മക്കളായ കുറിച്യരും കുറുമരുമെല്ലാം നമ്മോടൊപ്പം ഉള്ളപ്പോൾ ഈ കേരളവർമ്മ പഴശ്ശിരാജ ആരെ ഭയക്കാൻ? ശ്രീ പോർക്കലി ഭഗവതിയാണ് ഈ മണ്ണിൽ കാലുകുത്താൻ കമ്പനി പടയെ ഈ നാം അനുവദിക്കില്ല. വയനാടൻ മക്കളുടെ ശൗര്യം കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. പനമരം കോട്ടയാവട്ടെ നമ്മുടെ അടുത്ത ലക്ഷ്യം. അവർ നമ്മുടെ ഒളിത്താവളം കണ്ടെത്തിയിരിക്കുന്നു. ഒടുവിൽ സ്വന്തം നാട്ടുകാർ തന്നെ നമ്മെ ഒറ്റിയിരിക്കുന്നു. പക്ഷേ മൈസൂർ കാടുകളിൽ പോയി ഒളിക്കാൻ ഭീരുവല്ല ഈ പഴശ്ശി. അമ്മേ ശ്രീ പോർക്കലി, അവിടുത്തെ മുന്നിലല്ലാതെ ഒരു ശക്തിക്ക് മുന്നിലും ഈ പഴശ്ശി തോൽക്കുകയില്ല. അവിടുത്തെ ശക്തി കുടികൊള്ളുന്ന ഈ ഉടവാളിനാൽ തന്നെ ആവട്ടെ നമ്മുടെ അന്ത്യം. ഈ നാടിന്റെ അവകാശിയായി തന്നെ ഇതാ വീരകേരളവർമ്മ പഴശ്ശിരാജ നാടു നീങ്ങുന്നു. ഭഗവതി, അമ്മേ, ഓരോ തുള്ളി ഈ നാടിന്റെ മക്കൾക്ക് ഊർജം പകരട്ടെ.